എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരത്തെ നമ്മുടെ തേക്കടി ബോട്ട് യാത്രയിലെ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലം തേനി ഹൈവേയിലൂടെ NH-183 കടന്നു പോകുന്നത്. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് തേക്കടിയിൽ നിന്ന് കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്ന് തിരിച്ച് ലോവർ ക്യാമ്പ് വഴി മനോഹരമായ കാഴ്ചകളും പിന്നീട് തേക്കടി റോസ് പാർക്കിലേക്കുള്ള തിരിച്ചു മടക്ക യാത്രയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അവിടുത്തെ RTA ബസ്സുകളാണ് ഈ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്, ബോർഡറിൻ്റെ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിശാലമായ ബോർഡറിൽ തന്നെ നമ്മളിലൊരു സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരായാലും കേരളത്തിൽ നിന്ന് വരുന്നവർ ഇവിടെ വന്നിട്ടാണ് ബസ്സുകൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള KSRTC ബസ്സുകളും ഡയറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ബോർഡറിൻ്റെ ഇരുവശങ്ങളായിട്ടും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഏകദേശം തേക്കടിയിൽ നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ഒരു ദൂരം. തേനിയുടെ പല ഭാഗങ്ങളിലേക്കും വേണ്ടിയുള്ള കൃഷികൾക്ക് ആവശ്യമായ അതുപോലത്തെ തമിഴ്നാട്ടിലെ ജലസേചനത്തിനും അതുപോലെ വൈദ്യുതിക്കും വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനാണ് ഇത്. ഈ ഒരു പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ എന്ന് പറയും. ഇപ്പം ഇവിടുന്ന് നമ്മുടെ മുല്ലപ്പെരിയ എന്നുള്ള വെള്ളം ഇവിടുന്ന് വലിയ പൈപ്പ് ലൈൻ വഴി, ഇരുമ്പിൻ്റെ പൈപ്പ് ലൈൻ വഴിയാണ് ഇവിടുന്ന് താഴേക്ക് ലോവർ ലെവലിലേക്ക് എത്തിച്ച് അവിടെ കൃഷികൾക്കും ബാക്കി കാര്യങ്ങൾക്കും ഹൈഡ്രോ പ്രോജക്റ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ കാണുന്നത് നമ്മുടെ ചുരം വഴി താഴോട്ട് ഇറങ്ങുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗത്താണ് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പക്ഷേ വണ്ടികൾ ഒതുക്കാനുള്ള സ്ഥലങ്ങളും വീതി കുറഞ്ഞൊരു റൂട്ടാണിത്. വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ തേക്കടിയിൽ നിന്ന് ഇറങ്ങുമ്പം നല്ല ഒരു തണുത്ത ഒരു കാലാവസ്ഥയാണ്. പക്ഷേ മല ഇറങ്ങി താഴോട്ട് വരുന്തോറും നമുക്ക് കാലാവസ്ഥ വളരെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. നല്ല ചൂടൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോവർ ക്യാമ്പിലോട്ട്, നമ്മുടെ തേക്കടിയിൽ നിന്ന് ലോവർ ക്യാമ്പായ തേനിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നിറയെ ആൾക്കാർ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി സൈഡിൽ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തേക്കടി കുമളി അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ലോവർ ക്യാമ്പാണ്. കേരളത്തിലെ പശ്ചിമ മലനിരകളും തമിഴ്നാട്ടിലെ സമതലങ്ങളും ഒന്നിക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. പ്രകൃതി ഭംഗിയും എഞ്ചിനീയറിംഗും അത്ഭുതം നിറഞ്ഞ ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് ഈ താഴെ കാണുന്നത്. അതുപോലെ ലോവർ ക്യാമ്പിലെ ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ചകൾ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം മലമുകളിൽ നിന്ന് കൂറ്റം പെൻസ്റ്റോക്ക് വഴി താഴേക്ക് ലോവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയും അവിടെ പവർ ഹൗസിൽ എത്തിച്ച് അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണ് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിലൂടെ പോകുന്ന ഒരു പൈപ്പ് ലൈനുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതുപോലെ നമ്മൾ ഈ ചുരം ഇറങ്ങുമ്പോൾ മലമുകളിൽ താഴേക്ക് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ വിശാലമായ ഒരു കൃഷിഭൂമി, പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ചകളും കാണാം. അതുപോലെ കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന പാടശേഖരങ്ങളും വലിയ തോട്ടങ്ങളുമാണ് നമുക്ക് ഈ ഒരു മലമുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡ് വലിയ മലകളും ഒരു സൈഡിൽ സമനിരപ്പായ ഒരു ഭൂപ്രകൃതിയുമാണ് കാണുന്നത്. നവംബർ ഡിസംബർ സമയങ്ങളിൽ വരുവാണെങ്കിൽ മൂടൽ മഞ്ഞ് നിറഞ്ഞൊരു മലമ്പ്രദേശമായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഇപ്പം നമ്മൾ ചുരത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള മലനിരകളും അതുപോലെ അപ്പുറത്തെ സൈഡിൽ കൃഷിഭൂമികളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ വണ്ടി നിർത്തി നിങ്ങളെ ഈ ഇവിടെ ചുരത്തിൻ്റെ അവിടുന്ന് കൃഷിഭൂമിയൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നാണ്. അപ്പോൾ ലോങ് സൈറ്റിൽ നിന്നുള്ള ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം വണ്ടി ഇവിടെ നിർത്തി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഈ റൂട്ട് ഭയങ്കര ബിസിയാണ്. കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് സൈഡിൽ നിർത്തി ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ പോലും കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ചില വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ പെട്ടെന്ന് വണ്ടി നിർത്തി എടുക്കാനാണ്. അതുപോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇവിടുന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പക്ഷെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്
നമുക്കൊരു കാറൊക്കെ എടുത്ത് പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു റോഡ് സൈഡിൽ നിർത്തി വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ. നമ്മളിപ്പം തേനിയുടെ ലോവർ ലെവലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ കാണുന്ന ഈ റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് നമ്മൾ കൃഷിഭൂമികളും അതുപോലെ തെങ്ങിൻ തോപ്പുകളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണത്താ ദൂരത്തോടെ നീണ്ടു നിവർന്നായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ കിടക്കുന്നതാണ്. നമ്മൾ കേരളത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിലോട്ടൊക്കെ വരുന്നതെങ്കിലും കേരളത്തിലോട്ട് നമ്മൾ ഈ വളവും തിരിവുമായിട്ടുള്ള റോഡിൽ നിന്ന് ഇവിടുന്ന് ഇത്രയും നേരെ ഒരു റൂട്ട് കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നും. അപ്പം ഇത് വളരെ വിശാലമായിട്ടാണ് ഈ റോഡ് അങ്ങേ അറ്റം വരെ നമുക്ക് ഈ ലോവർ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ ഒരു സൈഡിൽ ഈ കേരളം മുല്ലപ്പെരിയാർ എന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷിക്ക് വേണ്ടിയുള്ള ജലസേചനമാണ് ഇവിടെ മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ യൂസ് ചെയ്യുന്നത്. ആ വെള്ളം ഉപയോഗിച്ചാണ് ഇത്രയും കൃഷിഭൂമി അവർ കൃഷി ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പം ഇവിടെ നിന്നാണ് ധാരാളം ഒരു കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഘടകം തന്നെയാണ് വെള്ളമാണ് വേണ്ടത്, ജലമാണ് വേണ്ടത്. ജല ആവശ്യത്തിന് കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഇത്രയധികം കൃഷിഭൂമി അതുമല്ല സമനിരപ്പായിട്ട് കിടക്കുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കും ഇത്രയധികം പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്ത് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സൈഡ് മൊത്തം ഇവിടെ മുന്തിരി പാടങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് വിശാലം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മുന്തിരിത്തോട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെനീസ് ഗ്രേപ്പ് ഫാം എന്നാണ് പേര്. ഇവിടുന്ന് ഹൈവേന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. ഈ കാണുന്നതാണ് ജെനീസ് ഗ്രേപ്പ് ഫാം. ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിലൊരു വിശാലമായിട്ടൊരു കിടക്കുന്ന ഒരു ഗ്രേപ്പ് ഫാമാണ്, മുന്തിരിത്തോട്ടമാണ്. പക്ഷെ അതിൽ നമുക്ക് വിസിറ്റേഴ്സിന് വേണ്ടി ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒരു സ്ക്വയർ ടൈപ്പിൽ അവർ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ നമുക്ക് കയറാനുള്ള എൻട്രി ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാൾ നിർത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം നല്ല വിളഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരി പാടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മൊത്തം പച്ച മുന്തിരിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാകമായിട്ടില്ല. പക്ഷെ നമുക്ക് ആൾക്കാർക്ക് വിസിറ്റിങ്ങിന് വേണ്ടി കുറച്ച് ഏരിയ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അവിടെയാണ് മുന്തിരിത്തോട്ടം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള എൻട്രൻസ് ഉള്ളത്. അവിടെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി പോലെ ഒരാളുണ്ട്. അപ്പോൾ അവിടുന്ന് മുന്തിരിങ്ങകളൊക്കെ പറിച്ചുകൊണ്ട് പോകാതിരിക്കാനും വേണ്ടിയാണ് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സഞ്ചാരികളെല്ലാം വരുന്നത് ആ ഒരു പോയിന്റിലോട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്കാണെങ്കിൽ ഫ്രഷ് മുന്തിരി ജ്യൂസൊക്കെ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ പോലെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രഷ് ജ്യൂസൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ അടിച്ചു തരും. നമുക്ക് 20 രൂപ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു അതിനൊരു ജ്യൂസിന്. അപ്പം നമുക്ക് ഫ്രഷായിട്ട് അവിടുന്ന് ജ്യൂസൊക്കെ കുടിക്കാം. ഇത്രയും ഭയങ്കര ചൂടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജ്യൂസ് എല്ലാം കുടിച്ചു പോകാം. അതുപോലെ ചൂടാണ് ഇവിടെ വന്നപ്പം. അപ്പോൾ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ തണലിലാണ് ഒരു തണലുള്ളത്. ബാക്കി എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള ചൂടാണ്. അപ്പം നമ്മൾ ചുരം കയറി വീണ്ടും തിരിച്ച് തേക്കടി വഴി തേക്കടിയുടെ തൊട്ടടുത്തുള്ള തേക്കടി റോസ് പാർക്കിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ചിൽഡ്രൻസിനും മുതിർന്നവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. തേക്കടിയുള്ള ഒരു നമ്പർ 1 പാർക്ക് എന്ന് തന്നെ പറയുന്നത്. അതിവിശാലമായിട്ട് കിടക്കുകയാണ് ഈ ഒരു പാർക്ക്. നിങ്ങളൊക്കെ തേക്കടിയിൽ എത്തുവാണെങ്കിൽ ഈ ഒരു റോസ് പാർക്കിലോട്ട് വരുമ്പം മിനിമം ഒരു 6-7 മണിക്കൂർ ഇവിടെ എൻജോയ് ഉള്ള ഒരു വിശാലമായൊരു പാർക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഒരു 3 മണിയായി. ഞങ്ങൾക്കൊരു 3 മണിക്കൂർ എൻട്രി ഫീസും കാര്യങ്ങളും ഉണ്ട്. ഓരോ റൈഡിനും പ്രത്യേകം ഫീസും കാര്യങ്ങളൊക്കെയാണ്. അവർ 6 റൈഡിനൊക്കെ ഏകദേശം ഒരു 1000 രൂപയോളം ഒരാൾക്ക് തന്നെ അടുപ്പിച്ച് വരും എല്ലാം കൂടി എടുത്തു കഴിയുമ്പം. അതുപോലെ മുതിർന്നവർക്കാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. അതുപോലെ നിങ്ങൾ വരുമ്പം കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ കുറച്ച് സമയം കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൊച്ചു കുട്ടികളിലോട്ട് മുതിർന്നവർക്ക് വരെ അതുപോലെ സ്കൈ ഡൈവിങ്, സിപ്ലൈൻ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ വാട്ടർ ഗെയിം, 3D തിയേറ്റർ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, അങ്ങനെ കുറേ ടൈം. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മെസ്സും ഹോട്ടലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ കാര്യത്തിന് നിങ്ങളാരും പുറത്തു കൊണ്ട് എല്ലാ ഫുഡ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ധാരാളം ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ സമയങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ ധാരാളം
സഞ്ചാരികളിവിടെ എത്തിപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു റോസ് പാർക്ക്. അതുപോലെ മുതിർന്നവർക്ക് ഏകദേശം 120 തൊട്ട് 150 വരെയാണ് ഫീസ്. കുട്ടികൾക്ക് 75 രൂപ, മുതിർന്ന പൗരന്മാർക്ക് 100 തൊട്ടാണ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോ റൈഡുകൾക്ക് സെപ്പറേറ്റ് ഫീസുകൾ 50 തൊട്ട് 250 വരെ ടിക്കറ്റ് റേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന, നമുക്ക് ചോയ്സസ് ഉണ്ട്, ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കടന്നിട്ട് ഏകദേശം ഒരു 6-7 മണിക്കൂറുകൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ വന്ന് കാണാനുള്ള കാഴ്ചകളൊക്കെ. ഇപ്പോൾ ഈ ഒരു റോസ് പാർക്ക് കുമളി തേക്കടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 തൊട്ട് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ റോസ് പാർക്കിലേക്കുള്ള ദൂരം. ടൗണിൽ നിന്ന് ഓട്ടോയിലോ ടാക്സിയിലോ പിടിച്ച് നമുക്ക് ഇവിടെ എളുപ്പത്തിൽ എത്താവുന്ന. അതുപോലെ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ഇവിടെ മറ്റേ പൂക്കളുടെ ഒരു ഷോ തന്നെയാണ്. അതായത് പൂക്കൾ നല്ലപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു റോസും കാര്യങ്ങളൊക്കെ, പല ടൈപ്പുള്ള റോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് ഈ പാർക്കിനെ കുറിച്ച്. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബുകളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണും വരെ